പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുവാൻ ഈ ഭൂപ്പരപ്പിൽ അടിയൻ്റെ ജീവിതത്തിൽ ഒരവസരം കൂടെ ദൈവം ഒരുക്കി തന്നതോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന ജാതിമത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മുക്കിയവനെ പിടിച്ച് മുക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതൊന്ന് യഹോവയുടെ സാക്ഷികളാണ്, രണ്ട് യേശുനാമക്കാരാണ്. യഹോവയുടെ സാക്ഷികൾക്കൊക്കെ ദൈവദാസന്മാർ ഒത്തിരി മറുപടികൾ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടർക്കും ഈ മുക്കിയതിനെ ഈ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വിശ്വാസ സ്നാനം മത്തായി 28, 18, 19, 20 വചനപ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരുടെ വീടുകൾ മാത്രം കയറി ഇറങ്ങി സുവിശേഷം പറയുക, ഇവർ പഠിപ്പിക്കുന്ന മുഴുവനും തെറ്റാണെന്ന് പറഞ്ഞ് തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് വീടുകളിൽ നൂണുകടന്ന് സ്ത്രീകളെ തെറ്റിക്കുകയും അവരുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരുമെന്നുണ്ടല്ലോ. ഞാൻ ഓടിച്ച് ചില ചിന്തകൾ ആ സഹോദരന് വീണ്ടും ആ തിരുവെഴുത്തുകളെ ഇട്ടതിനനുസരിച്ച് അതിന് വ്യക്തമായ മറുപടികളൊന്നും തരാതെ വീണ്ടും ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട് കാര്യം ഞാൻ തുടക്കത്തിലേ പറയാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:16, തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2:23, മൗഢ്യതർക്കം നിർത്തിക്കളക, അത് ശണ്ട ജനിപ്പിക്കുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്ന് തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. 11:16 ഇങ്ങനെയുള്ള തർക്കങ്ങൾ ദൈവസഭയ്ക്കോ ദൈവമക്കൾക്കോ ഉള്ളതല്ല. പക്ഷെ തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ സഹോദരന്മാർക്ക്, പ്രത്യേകിച്ച് യേശുനാമക്കാർക്ക് ഒരു മറുപടി കൂടെ കൊടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്: ഏകനാമം ഏതാണ്? അതുപോലെ ഇവന്മാർക്ക് അറിയത്തില്ല. ഇവന്മാർ ഞങ്ങളോടല്ല ചോദിക്കേണ്ട, ഇതിൻ്റെ ലീഡറോട് ചോദിക്കണം. ഇതിൻ്റെ ലീഡർ ആരാ? സെബാസ്റ്റ്യൻ പുന്നയ്ക്കലാണോ? അയാളോട് ചോദിര്. സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനോട് ചോദ്യം പോയി. ഏലോഹീം എന്ന ബഹുവചന ദൈവങ്ങൾ എന്നർത്ഥമുള്ള ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണ് തൃത്വം എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതാ, വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതാ. യവന്മാർ വീണ്ടും വീണ്ടും ചുമ്മാതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന യവന്മാർ ഈ വട്ടച്ചൊറിതണം, വള്ളിച്ചൊറിതണം, ഇങ്ങനെ ഈ ചൊറിഞ്ഞിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി ഒരാളോട് സുവിശേഷം പറയാനോ എടുക്കാനോ ഇവന്മാർക്ക് പറ്റത്തില്ല. യവന്മാർ ഇങ്ങനെ റയ്യും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് തിന്ന് കൊഴുത്ത് ഒരിടത്ത് കയറി ഇരുന്നു കൊണ്ട് എവിടുന്ന് ഇവിടുന്ന് ഒരു വചനത്തെ കോട്ട് ചെയ്ത് എടുത്തുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടരാ. അതുകൊണ്ട് ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ഏകനാമം ഏതാണ്? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-5:23 പറയുന്നത് ആത്മാവ്, പ്രാണൻ, ദേഹം. യവന്മാരങ്ങനല്ല, ദേഹം, ദേഹി, ആത്മാവെന്ന. നമ്മൾ പറയുന്നത് അങ്ങനല്ല, ആത്മാവ്, പ്രാണൻ, ദേഹമെന്ന. അപ്പോ എല്ലാത്തിനും 3 അവസ്ഥയുണ്ട്. വെള്ളത്തിന് നോക്കി H2O, കരം, ദ്രാവകം, വാതകം. ഐസിനെ നോക്കിക്ക്, വെള്ളം, നീരാവി, ഐസ്. ഐസിനെ കയറി വെള്ളം എന്ന് വിളിക്കുമോ? വെള്ളത്തെ കയറി നീരാവി എന്ന്, ഈ ഐസിനെ കയറി നീരാവി എന്ന് വിളിക്കുമോ? കുറേ കാര്യങ്ങൾ ഇതിന് ഉദാഹരണമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലും അറിയില്ല. എന്നെങ്കിലും ഞാൻ തിരുവെഴുത്തുകളെ ഓടിച്ചു. എനിക്കിനി ഇതിൻ്റെ പുറകെ ഇനി ഞാൻ നിൽക്കത്തില്ല. ഇത് ഈ സഹോദരനെ കൂടെ കേൾക്കാൻ വേണ്ടിയാണ്. ഇയാളൊന്ന് മനസാന്തരപ്പെടാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം.
ഈ യേശുനാമക്കാർ മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈ മുങ്ങിയവരുടെ വീടുകളിൽ കയറാതെ ഇവരൊക്കെ ഇറങ്ങി സുവിശേഷം പറയാൻ വേണ്ടി ദേശത്തിലൊക്കെ ഇഷ്ടം പോലെ സുവിശേഷം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, ഈ സഹോദരന്മാർക്കൊക്കെ ശുശ്രൂഷ ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ കുറേ ഗ്രാമങ്ങൾ കൊണ്ട് കാണിച്ചു കൊടുക്കുക. ധർമ്മപുരി, കൃഷ്ണഗിരി, ആ സ്ഥലത്തൊക്കെ ഒത്തിരി പ്രവർത്തന മേഖലകൾ കിടക്കുക, പ്രവർത്തിക്കാനുള്ള ഏരിയകൾ കിടക്കുക. അവിടേക്കൊക്കെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. കൃഷ്ണഗിരി, ശങ്കഗിരി, ഇവിടെയൊക്കെ ശരിക്കും വർക്കുകൾ കിടപ്പുണ്ട്. സേലം, ഉൾഗ്രാമങ്ങൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. തമിഴ്നാട്, നമ്മുടെ കേരളത്തിൻ്റെ ഒട്ട് ചെറിയൊരു സ്ഥലമല്ലല്ലോ. അതൊന്നും നമ്മൾക്ക് പറ്റൂല. നമ്മൾക്ക് ഉത്തരത്തിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിരിക്കുന്ന പോവുകയും ചെയ്യരുത്. ഉറക്ക വിളിച്ചു പോയി കരയുകയും വേണം, ചെറി നന്നായിരിക്കാൻ വേണമെന്ന് പറയുന്ന കൂട്ടരെ അവര്. യേശുക്രിസ്തു പറഞ്ഞ അന്ത്യകൽപ്പന വിട്ട് ശിഷ്യന്മാർ ചെയ്തതിൽ ഈ 3 കാര്യം ഉണ്ടായിരുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ തെളിയിച്ചു കൊടുത്തതാ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അവിടെ പെടുത്തിയ സ്നാനത്തിൽ, അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ 19-ാം അധ്യായത്തിലെ സ്നാനത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിന്നെ ഇവർക്ക് എന്താ കുഴപ്പം? ഇവർക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് തന്നെ അറിയില്ല, എങ്കിലും ഞാൻ പറയാം. അപ്പൊ ഏലോഹീം എന്നുള്ള ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണ് യേശുക്രിസ്തു പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, നാമങ്ങളിൽ എന്ന് പറഞ്ഞത്. അപ്പൊ പിതാവിൻ്റെ നാമം ഏതാ? യഹോവ. പുത്രന്റെ നാമം ഏതാ? യേശു. പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാ? ക്രിസ്തു. ഇനി അതിനെ ഒന്നുകൂടെ തെളിയിച്ച് പറയണമെങ്കിൽ നമ്മൾ പറയുന്ന പഴയതും പുതിയതുമായിട്ട് രണ്ടായിട്ട് പഠിക്കുമ്പോൾ, ഞാൻ പഴയതൊന്നും പുതിയതൊന്നും പറയാറില്ല, തിരുവെഴുത്തുകൾ എന്നേ പറയാറുള്ളൂ. പഠിക്കുമ്പോൾ അബ്രഹാം എന്ന അബ്രഹാമിനെ പിതാവിന് നിഴലായിട്ടും ഇസഹാക്കിന് പുത്രൻ തമ്പുരാന് നിഴലായിട്ടും, പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എലയാസറിനെ കാര്യസ്ഥനായിട്ടും, കാര്യസ്ഥൻ എന്നുള്ള പരിശുദ്ധാത്മാവിന് നിഴലായിട്ട് നിൽക്കുന്നു. അതിനോട് ചേർത്ത് നിങ്ങൾ വായിച്ചോണം. ഉൽപ്പത്തി 15-ന്റെ 1 മുതൽ 10 വരെയും ഉൽപ്പത്തി പുസ്തകം 24-ന്റെ 1 മുതൽ തീർത്തുള്ള ഭാഗങ്ങൾ വായിച്ചു. മണവാളന് വേണ്ടി മണവാട്ടിയെ തേടി പോകുന്ന എലയാസ് കാര്യസ്ഥൻ. ഇപ്പോൾ ഭൂമിയിലുള്ളത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. ഞാൻ പോകുന്നത് നല്ലത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അതുകൊണ്ട് കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇപ്പൊ സഭ ഈ ഭൂമിയിലുള്ളത് കാര്യസ്ഥനായ യേശു പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. ഇനി അതുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം പഠിച്ചാൽ മതി. ലൂക്കോസിന്റെ സുവിശേഷം 3-ന്റെ 21, 22 പഠിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. രൂപം. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, പരിശുദ്ധാത്മാവാം ദൈവത്തോട് വ്യാജം കാണിച്ചു. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് തെളിയിക്കുന്നു. ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണെന്നല്ലേ പറയുന്നത്. അതിന് ഞങ്ങള് സ്നാനം കൊടുക്കുന്നതാണ് കറക്റ്റ് എന്ന് ഒന്നുകൂടെ തെളിയിക്കുക. യേശുക്രിസ്തു പറഞ്ഞ അതേ ലൂക്കോസ് 24:49, അപ്പോസ്തലപ്രവൃത്തി 1:4, 1:8, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം പഠിക്കുമ്പോൾ റൂട്ട് കറക്റ്റായിട്ട് വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ അതേ ശുശ്രൂഷ തന്നെയാണ് അപ്പോസ്തലനായ പത്രോസും കൂട്ടരും സ്നാനപ്പെടുത്തിയത്. യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, പിതാവ് അവരെ അംഗീകരിച്ചിരുന്നു, യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിരുന്നില്ല, ദൈവമായിട്ട് അംഗീകരിച്ചിരുന്നില്ല. ഇന്നും അംഗീകരിക്കുന്നില്ല യഹൂദന്മാർ. ചിലർ അംഗീകരിക്കുന്നില്ല, ചിലർ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇത്രയെങ്കിലും മനസ്സിലാക്ക്. ജനത്തെ തെറ്റിക്കല്ലേ, ശാപമാച്ചു വയ്ക്കല്ലേ നീയൊക്കെ. സരിശൊക്കെ 36 വചനത്തിൽ കൂട്ടരുത്. ഗലാത്യർ 1:8-9 ശപിക്കപ്പെട്ടവൻ. വെളിപ്പാട് 22, 18, 19 ജീവവൃക്ഷത്തിലെ അംശം നിനക്ക് കിട്ടൂല. ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലുള്ള അംശം നീക്കിക്കളയും ദൈവം.
1166 പുസ്തകങ്ങളിൽ 1189 അധ്യായങ്ങളിൽ 31,173 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ യേശുക്രിസ്തു വിളിച്ചു പറയുന്നു, മത്തായി 5:18-19, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോഴും ഈ ന്യായപ്രമാണം ഈ തിരുവെഴുത്തുകളിൽ നിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തത്തില്ലെന്ന് പറയുന്നത്, മാറ്റം വരുത്തുന്നവൻ ശപിക്കപ്പെട്ടവൻ. അത് യഹോവയുടെ സാക്ഷികളായാലും ശരി, ഈ യേശുനാമക്കാരായാലും ശരി, ശപിക്കപ്പെട്ടവനാണ്. ഇനി ഒരു കൂട്ടരുണ്ട് പരിശുദ്ധാത്മാവില്ലെന്ന് പറയുന്നവർ. പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറയുന്നില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് അന്യഭാഷയില്ല, പ്രവചനമില്ല, പൂർണ്ണമായത് വന്നപ്പോൾ അംശമായത് നീങ്ങും, അങ്ങനെ ഒരു കൂട്ടരുമുണ്ട്. ദൈവവചനത്തിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഇതിനകത്ത് യേശു ക്രിസ്തു പറഞ്ഞതിനപ്പുറത്തൊരു കാര്യം ഇല്ല. ഞാൻ രണ്ടാമതാണ് ഈ വീഡിയോ ഇടുന്നത്. സമയമില്ലാത്ത സമയത്ത് ഇയാളെ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് രണ്ടാമത് എടുത്തത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ ഒത്തിരി തിരുവെഴുത്തുകളെ ഞാൻ ഓടിച്ച് വായിച്ച് കേൾപ്പിക്കുക, അത് മാത്രമേ പറയുന്നുള്ളൂ. വേണമെന്നുള്ളവൻ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകം 8:23-24 എനിക്ക് ഒത്തിരി വാചകങ്ങൾ കയറി വരുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 20-21 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന 18 മുതലുള്ള 24 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കാതിൽ രക്തം, മഹാപുരോഹിതൻ്റെ പുത്രന്മാരുടെ വലത്തെ കാതിൽ രക്തം, വലത് കൈയുടെ പെരുവിരൽ രക്തം, വലത് കാലിൻ്റെ പെരുവിരൽ രക്തം. ഇതൊക്കെ ആത്മീയർത്ഥങ്ങൾ. യവന്മാരുടെ കാതിൽ വചനമൊന്നും കേൾക്കുന്നില്ലെന്ന്. യവന്മാരെ അനീതിയുടെ കൂലി കൊതിച്ച് നടക്കുന്ന ബിലയാമിനെ പോലെയുള്ളവരാ. അതായത് കുഴപ്പം. വലത് കാതിൽ രക്തം, റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കാതിൽ രക്തം എന്താ? ദൈവശബ്ദം കേട്ട് അത് അതുപോലെ തന്നെ അതിനകത്ത് മായം ചേർക്കാതെ അത് അതുപോലെ പറയാനാണ്, കേട്ട് ജനത്തിന് കൊടുക്കാനാണ് കാതിൽ രക്തം. വലത് കയ്യിൽ ദൈവഹിതം അനുഷ്ഠിക്കുവാനാണ്, നിന്റെ സ്വന്തം പ്രവൃത്തി ചെയ്യാനല്ല. മൂന്നാമതായിട്ട് ക്രിസ്തുവിന്റെ കാൽപ്പാടുകളെ പിന്തുടരുവാനാണ്. ലൂക്കോസ് 9:23, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പം ഇവരുടെ കാലിലും രക്തമില്ല. ഇവർ പറയുന്നതേ ഉള്ളൂ രക്തം രക്തം. ഈ ആത്മാവില്ലല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ സഹോദരനോട് പറഞ്ഞു, നീ ആത്മാവിനെ പ്രാപിക്ക്. നിനക്കിതിനെക്കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ നീ ആത്മാവിനെ പ്രാപിക്ക്. അനുസരിക്കാൻ പഠിക്കാദ്യം. വെളിപ്പാട് 22, 10, 11, 12, 13 പറയുന്നത് പോലെ അനീതി ചെയ്യാതെ, ജനത്തെ വഴിതെറ്റിക്കാതെ, പോയി സുവിശേഷം അറിയിക്കണോ, ശാപം വാങ്ങിച്ചു കൊടുക്കാതെ ജനത്തിന്. മുഖ്യവന്റെ വീടുകളിൽ ഒരു വീടുകളിലും അവന്മാരെ കയറ്റരുത്. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നത് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ തീർത്തു വായിക്കുമ്പോൾ പറയുന്നത്, ഇവരോട് പിതാവും പുത്രനും ഇല്ല എന്ന് പറയുന്നവരോട് കുശലം പറയരുത്. യവനാണ് എതിർ ക്രിസ്തു. യോഹന്നാനിലെ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. ഏകനാമം ഏതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ? ആശീർവാദം പറയും, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ കൂട്ടായ്മയെന്ന്. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 13-14. ഇനി ഞാൻ തിരുവഴുത്തിലേക്ക് ഓടി വരാം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1:18, ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം പിതാവുണ്ട്, പുത്രനുണ്ട്. കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം കാര്യസ്ഥനെ അയച്ചു, പരിശുദ്ധാത്മാവില്ലേ. പിന്നെ ഞങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്ന കള്ളക്രിസ്തുക്കളാണെന്ന് പറഞ്ഞു. നീ ആര്? നിനക്കാരധികാരം തന്നു? ഏത് വ്യക്തി? നീ എന്താ മറുപടി കഴിഞ്ഞ പ്രാവശ്യം തരാതിരുന്നത്? ഏത് വ്യക്തിയാണ്? സെബാസ്റ്റ്യൻ മുന്നക്കലാണോ? എനിക്ക് പേടിയില്ല. വചനത്തെ അടുത്ത് കോട്ടിക്കളയുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറയാൻ. ഞങ്ങളൊക്കെ സെബാസ്റ്റ്യൻ മുന്നക്കലിനെയൊക്കെ ബഹുമാനിച്ചിരുന്ന ആൾക്കാരാ.
കാരണം നല്ല പാണ്ഡിത്യമുണ്ട്, ലോക ജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കാരെയും പിണക്കാനൊന്നും വ്യവസ്ഥയൊന്നുമില്ല. എനിക്ക് നിങ്ങളോട് പിണക്കമൊന്നുമില്ല. സഹോദരനോട് സ്നേഹമുണ്ട്, അദ്ദേഹത്തോട് സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് സ്നേഹമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാനസാന്തരം വരാനാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാൾ കൊരിന്ത്യർക്ക് 2:13-14 പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. നിങ്ങൾ പുറപ്പാട് പുസ്തകം 33-15 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയേ. 22-23 വാക്യങ്ങളിലേക്ക് വരുമ്പം ദൈവം മോശയോട് പറയുക, എന്നെ നിനക്ക് കാണാൻ കഴിയത്തില്ല, എന്നെ കണ്ടവൻ ജീവിച്ചിരിക്കത്തില്ല. തിമോത്തിയോസിൽ എഴുതിയ 1 ലേഖനം 6:16-17-14 പോലെ വാക്യം വായിച്ചു നോക്കിക്കേ. അവൻ ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും രാജാതി രാജാവും കർത്താതി കർത്താവും മനുഷ്യരാരും കണ്ടില്ല, ആർക്കും കാണാൻ കഴിയാത്തവനുമാ. ഇതാണ് യേശു ക്രിസ്തു. ഇത് തന്നെയാണ് ദൈവം, ഇത് തന്നെയാണ് യഹോവ, ഇത് തന്നെയാണ് കർത്താവ്. യേശു ക്രിസ്തു പറഞ്ഞ അന്ത്യ കൽപ്പനയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നടന്ന കള്ളക്രിസ്തുക്കളെല്ലാം കൂടെ ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരെ കള്ളക്രിസ്തുക്കൾ എന്ന് പറയുക. ദൊട്ട പിശാചുക്കളാ ഇതൊക്കെ. അന്ത്യകാലത്ത് പിശാചുക്കളെ ഊടാടി അടക്കുക അവരുടെ ഉള്ളിൽ കയറാൻ. ആദാമിനോട് സംസാരിച്ച ദൈവ ക്രിസ്തുവാ, അറിയാ. കാരണം ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആവർത്തനം 6:4 ഇസ്രായേലെ കേൾക്ക, യഹോവ ഏകൻ തന്നെ, യഹോവ ഏകൻ തന്നെ. സക്കറിയ 14:7-8-9 വാക്യം വായിച്ചു നോക്കിക്കേ. അവിടെയും പറയുന്നു യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടുത്തെ പ്രവചനം. ഏകൻ, യഹോവ, യഹോവ എന്നുള്ള പദം യേശുക്രിസ്തുവിന് പറയുക. വചനം മാത്രം ഓടിച്ചു തരിക. അപ്പോ ആദാമിന് വെളിപ്പെട്ട ക്രിസ്തു, ഹൗവായിക്ക് വെളിപ്പെട്ട ക്രിസ്തു, നോഹയോട് സംസാരിച്ച ക്രിസ്തു, 6-ാം അധ്യായം 7-ാം അധ്യായം 8-ാം അധ്യായം 9-ാം അധ്യായം പഠിച്ചു നോക്കിക്കോ. ഹാഗാറിന് വെളിപ്പെട്ട ക്രിസ്തു, ഉൽപ്പത്തി പുസ്തകം 16:7-21-14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അബ്രാമിന് വെളിപ്പെട്ട ക്രിസ്തു, ഉൽപ്പത്തി പുസ്തകം 12, 13, 12, 15, 17, 22 അധ്യായങ്ങൾ എടുത്തു വെച്ച് വായിച്ചു നോക്ക്. സാറായോട് സംസാരിച്ച ക്രിസ്തു കൂടാരവാതിൽക്കലിരിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്ക്. അബ്രാമിന് വീട്ടിൽ വന്ന 3 ദൂതന്മാർ, അവരെ വിളിക്കണം. 3 പുരുഷന്മാരെ കണ്ടിട്ട് യജമാനന്മാരെ എന്ന് വിളിക്കണ്ടേ? 3 പേരെ, തൃത്വം 3 പേര്. മനസ്സിലായ? ദൈവ വിളിയുള്ളവനും ദൈവിക ദർശനമുള്ളവനും മാത്രമേ തൃത്വത്തെ മനസ്സിലാവൂ, അല്ലാത്തവന് മനസ്സിലാവൂല. യജമാനന്മാരെ എന്ന് വിളിക്കണ്ടേ? യജമാനനെ എന്നേ വിളിച്ചോളൂ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെയാ. കൂടാതെ വാതിൽക്കലിരുന്ന അബ്രാമിന്റെ വീട്ടിൽ വന്ന 3 പേരെ കണ്ടിട്ട് യജമാനന്മാരെ എന്ന് വിളിക്കേണ്ടിടത്ത് യജമാനനെ എന്ന് വിളിച്ചു. ഗിദെയോന് വെളിപ്പെട്ട ക്രിസ്തു 6-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യം, അല്ലെങ്കിൽ 6:1 മുതൽ 14 വരെയുള്ള വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചു നോക്കിയോ. യേശുക്രിസ്തുവിന്റെ നാമം അറിയണം. ഏതാണ് ഏകനാമം എന്നറിയണം. പല നാമങ്ങളല്ലേ കിടക്കുന്നേ. യേശുക്രിസ്തുവിന്റെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ നാമങ്ങളിൽ നിന്നല്ല, നാമത്തിൽ ഈ പറയുന്നതെല്ലാം ഒരാൾ തന്നെയാണ്. ഞങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയവരെ നീയൊക്കെ സ്നാനപ്പെടുത്താൻ ഏത് വചനത്തിലാണ് നിനക്ക് അടിസ്ഥാനം? അപ്പോസ്തലന്മാർ പറഞ്ഞതിനകത്തെല്ലാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അവരെക്കാൾ വലിയവരാണോ നിങ്ങൾ? അവരെക്കാൾ വലിയ. ഉൽപ്പത്തിയിൽ സ്ത്രീയുടെ സന്തതി, ഉൽപ്പത്തി 3:15. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാട്, ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 24 വരെ. 1 കൊരിന്ത്യർക്ക് 1 ലേഖനം 5:7 നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ലേവ്യ പുസ്തകത്തിൽ യാഗമൃഗം 16 ലേവ്യ പുസ്തകം 16-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ, 32 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിക്കോ. സംഖ്യാപുസ്തകം 24:17 ഉദയ നക്ഷത്രം യേശുക്രിസ്തുവിന്റെ പേരാ. ആവർത്തനം 18:18-19 എന്നേക്കാൾ വലിയൊരു പ്രവാചകൻ എഴുന്നേൽക്കും.
കർത്തൃദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 1:10 മുതൽ ഉള്ള ഭാഗങ്ങൾ എടുത്തു വെച്ച് വായിച്ചു നോക്കിയ യേശു ക്രിസ്തുവിൻ്റെ രൂപം എന്താണെന്ന്, യേശു ക്രിസ്തുവിൻ്റെ രൂപം എന്താണെന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്കിക്കോ. അപ്പൊ അതുകൊണ്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ ഇവിടെ കണ്ട ക്രിസ്തുവാണോ അത്? കാൽ രണ്ട് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ളവൻ, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇവിടെ മാർവോട് ചാരിയ യോഹന്നാൻ അപ്പോസ്തലൻ കാണുക വെളിപ്പാടിൽ, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ഒന്നാമനും ഒടുക്കത്തവനുമാകുന്നു, ആദിയും അന്തവും ഇല്ലാത്തവനുമാകുന്നു. ഇത് തന്നെ നാമം. ഇനി നാമം കേൾക്കണോ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, യെശയ്യാ 9:6. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഇതൊക്കെ യേശുക്രിസ്തുവിന്റെ പേരാ. അത്ഭുത മന്ത്രി, ശിശു ജനിച്ചിരിക്കുന്നു. സങ്കീർത്തനം 2:7. എനിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു. എബ്രായർ 1:5, എബ്രായർ 10:5 എടുത്തു വെച്ച് എടുത്തു വെച്ച് ഇരുന്ന് വായിച്ച് നോട്ട് ചെയ്തിട്ട് ഇരുന്ന് പഠിക്ക്. യോഹന്നാന്റെ സുവിശേഷം 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ നിത്യത്വം, വ്യക്തിത്വം, ദൈവത്വം. 3 കാര്യമല്ലേ അവിടെ? കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതല്ലേ? നിന്റെ കാതിൽ കേൾക്കത്തില്ലേ? കാതിൽ നിനക്ക് ചെവിക്ക് ഓട്ടയിടണോ? കാത് കുത്തി തുളയ്ക്കണോ? യെശയ്യാ 50:5 പറയുന്നത് പോലെ കടുക്കനിടാനല്ല, അല്ലാതെ ചെവിക്കകത്ത് കേൾവി കുറവാണെങ്കിൽ എന്ന് കേട്ടിട്ട്, അല്ലെ 2 ബഡ്സെങ്കിലും വാങ്ങിച്ചു പോയി. അമ്മയുടെ അകത്ത് അമ്മ മറിയയുടെ വന്ദനസ്വരം കേട്ട്, അമ്മയുടെ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന് മറിയയുടെ വന്ദനസ്വരം കേട്ട് എലിസബത്തിന്റെ ഉദരത്തിൽ അകത്ത് കിടന്ന് തുള്ളിയ ശ്രാപകൻ പറയുന്ന ഒരു കാര്യം കേട്ടോ, മുഴു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടെന്ന്. ദൈവ കുഞ്ഞാട പേരിട്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:29. ശരിക്കും പഠിച്ചോണം. നീ ഒരു വചനം എടുത്തോണ്ട് കോട്ടിക്കളയാൻ വരരുത്. ഒരു വിഷയം തെളിയിക്കണമെങ്കിൽ ഒന്നിനോടൊന്ന് ഇണയുണ്ട്. യെശയ്യാ 34:16 വചനം വാക്യം ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:19 മുതൽ 21 വരെ വാക്യം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3:16-17 വാക്യം പഠിക്കണം. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്യമാണ്. എന്നിട്ട് സഭാപ്രസംഗി 3:11 കൂടെ ചേർത്ത് പഠിക്കണം. ഇന്ന് പഠിക്കുക. നിത്യത വെളിപ്പാട് അവിടെയാണ് കിടക്കുന്നത്. നിത്യത ഈ ദൈവ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന, ഹൃദയങ്ങളിൽ വെച്ചിരിക്കുന്ന. ഇനി അടുത്ത പേര് കേൾക്കണോ? വെളിപ്പാട് പുസ്തകം 5:5 ദാവീദിന്റെ പേര്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5:20 സത്യദൈവം. തീത്തോസിന്റെ ലേഖനം 2:12 മഹാദൈവം. യെശയ്യാ 11:1 ദാവീദിന്റെ മുള. തീത്തോസ് 2:12 മഹാദൈവം. എബ്രായർ 7:26 എന്താ പറയുന്നേ? പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ. ഇതെല്ലാം പേരല്ലേ? ഏകനാമം. നിന്നോട് ആരാ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തെ മുക്കാന്? അങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർ ഇരുന്ന് പ്രാപിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുവാ. മുക്കിയവനെ പിടിച്ച് മുക്കാൻ നടക്കാതെ പോയി പുറത്തു പോകും. സങ്കീർത്തനം 91:1 അത്യുന്നതൻ, സർവശക്തൻ. ഉൽപ്പത്തി 15:1, 17:1, ഉൽപ്പത്തി 17:1-2 സർവശക്തൻ. സർവത്തിനും മീതെ ഉന്നതൻ. റോമർ 9:5 സർവത്തിനും മീതെ ഉന്നതൻ. ഇതൊക്കെ അല്ലേ യേശുക്രിസ്തുവിന്റെ പേര്? പണ്ടൊരാൾ പറഞ്ഞതുപോലെ, യവന്മാരൊക്കെ പണ്ടൊരാൾ പറഞ്ഞതുപോലെ, ദൈവം 6-ാം ദിവസം മനുഷ്യനെ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിച്ചത് നന്നായി. ഇല്ലെങ്കിൽ യവന്മാർ പറയുമായിരുന്നു ഞാനും ദൈവവും കൂടെ കൂടിയ. പടവലങ്ങയ്ക്ക് വലിയ നീളമൊന്നും ഇല്ലായിരുന്നു. ഞാനും ദൈവവും കൂടെ യേശുനാമക്കാരനും കൂടെ കൂടിയാണ് വലിച്ചു നീട്ടിയത്. അതുകൊണ്ടാണ് പടവലങ്ങയ്ക്ക് ഇത്രയും നീളം വന്നത്.
പടവലങ്ങയ്ക്ക് നീളമില്ലായിരുന്നു ദൈവം സൃഷ്ടിച്ചപ്പോൾ. യവന്മാരുടെ കൂടിയാണ്. അതുകൊണ്ട് ദൈവം നിൻ്റെയൊക്കെ ദൈവം മനുഷ്യനെ നേരുള്ളവനായി, സഭാപ്രസംഗി 7:29, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങളെ കണ്ടുവരുന്നു. യെശയ്യാ 28:10-11, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ആദായ സൂത്രം കൊണ്ട് നടക്കാതെ ഇറങ്ങി സുവിശേഷം പറ, മുഖ്യവനെ മുക്കാൻ നടക്കാതെ. അത്രയും ചെയ്യാൻ അറിയാലോ നിനക്കൊക്കെ, അതങ്ങ് ചെയ്യ്. ഇത് ദൈവത്തിൻ്റെ വചനം ദുർലഭമാക്കി കളയാൻ ഇവിടെ അല്ല, ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളിലേ ഉണ്ട്. അതിന് വേണമെങ്കിൽ 3-4 വാക്യം തരാം. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 3:1-2 വാക്യം. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ന്യായാധിപന്മാർ 18:1, 19:1, 11:14, 29:18 സാർശ്വാക്യം. ഇത്രയും വാക്യം വായിച്ചു. ദർശനമില്ല നിനക്കൊക്കെ, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. നിന്റെ തലപ്പത്തിരിക്കുന്നവനോട് ആദ്യം വെളിപ്പാട് പ്രാപിക്കാൻ പറ. ആരാന്ന് വെച്ചാ അവനോട് പറ വെളിപ്പാട് പ്രാപിക്കാൻ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, 1-1 വരെ, യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 1-3 വരെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടോ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടോ പരിശുദ്ധാത്മാവിനോടോ എന്നാ ഞങ്ങളുടെ കൂട്ടായ്മ. യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനല്ല പിതാവിൽ നിന്നും ജനിച്ചിരിക്കുന്ന യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5:1. നീയൊക്കെ അഭിഷേകം പ്രാപിച്ചിട്ട് വാ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2:7, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചവൻ സകലതും അറിയുന്നു. ആത്മീയനോ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2:15, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4:14, പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് ഇതൊക്കെ ഇറങ്ങും. യഹോവയുടെ സാക്ഷികളും യേശുനാമക്കാരും ഇനി അടുത്ത നാമക്കാരും ഒക്കെ ഇറങ്ങും. കാരണം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിനൊന്നും കിടന്ന് വായിട്ടടിക്കാനൊന്നും ഇനി എന്നെ കിട്ടൂല. നിനക്കൊക്കെ ആവശ്യത്തിനുള്ള വചനം ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ചെയ്യുന്നത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞിട്ട് പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തോട് അടുക്ക്. ആ നിത്യതയെങ്കിലും കിട്ടും. നിന്നോടൊക്കെ കുശലം പറയരുതെന്ന് യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുശലം പറയാൻ പാടില്ല. പിന്നെ വചനം ചൂണ്ടിക്കാണിക്കാമല്ലോ. വചനം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പിതാവ് ദൈവം, പുത്രൻ ദൈവം, പുത്രൻ ദൈവം. കൊരിന്ത്യർക്ക് 15:20-28 വരെ വായിച്ചു നോക്ക്. പരിശുദ്ധാത്മാവ് ദൈവം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5:1-10 വരെ വായിച്ചു നോക്ക്. ലൂക്കോസ് 3:21 ദേഹരൂപമുണ്ട്. സ്വർഗത്തിൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5:8-9 വാക്യങ്ങൾ വായിച്ചു നോക്ക്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ഇത് നിന്നെയൊക്കെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 4:4 പറയുന്നതില്ല, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവാവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയതുപോലെ നിൻ്റെയൊക്കെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. സാത്താൻ കയറി വശിക്കുക നിന്നെ ഇടയിൽ. അതുകൊണ്ട് അങ്ങ് നിർത്തിക്കോ, നല്ലതാ. തലമുറകൾക്ക് ശാപം വാങ്ങിച്ചു കൊടുക്കല്ലേ. അതുകൊണ്ട് പറയുക, എഫേസ്യർ 4:4, 5, 6 വാക്യങ്ങളൊക്കെ വായിച്ചു. പിതാവ് ഒരുവൻ എന്ന് നാം അറിയുന്നു. 6-ാം വാക്യം എഫേസ്യർ 4:6. പിതാവ് ഒരുവൻ എന്ന് നാം അറിയുന്നു, ഒരുവൻ തന്നെ. എന്നിട്ട് പിന്നെ എങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 13:14. അവർക്ക് കിട്ടാത്ത വെളിപ്പാട് തനിക്ക് എവിടുന്നാണോ കിട്ടിയേ? യോഹന്നാൻ അപ്പോസ്തലൻ മാർവോട് ചാരിയ യോഹന്നാൻ അപ്പോസ്തലൻ കിട്ടാത്ത വെളിപ്പാട് നിനക്ക് എവിടുന്നാണ് കിട്ടിയേ? നിന്നോട് ആര് പറഞ്ഞു ഈ വചനം എടുത്ത് കോട്ട് ചെയ്യാൻ? കോട്ട് ചെയ്ത് ജനങ്ങളെ തെറ്റിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഏത് വചനാടിസ്ഥാനത്തിലാ?
ശിഷ്യന്മാർ സ്ഥാനപ്പെടുത്തിയ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. യേശുക്രിസ്തു പറഞ്ഞതിനപ്പുറം ഇല്ല ശിഷ്യന്മാർ. ശിഷ്യന്മാരിരിക്കുന്നിടത്ത് പോകാനല്ല ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 14:1, 2, 3 വാക്യപ്രകാരം ഞാൻ ഇരിക്കുന്നിടത്ത്, യേശുക്രിസ്തു ഞങ്ങൾ ഇരിക്കുന്നിടത്തെന്നല്ല, നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെ വന്ന് ചേർത്തോളൂ. യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് പോകാനാണ് ഞങ്ങൾ ഈ കടന്നുണ്ട് അലയ്ക്കുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങളും വരണം. ആരും ഇവിടെ തള്ളപ്പെട്ടു പോകരുത്. നമ്മളൊക്കെ സഹോദരങ്ങളെ ഒരു ഭവനത്തിലെ കൃഷികളാ, മനസ്സിലായില്ലേ? വെറുതെ ശാപം മാറ്റി വയ്ക്കാതെ ദൈവത്തെ കാണാൻ കഴിയില്ല. ആത്മാവാണ്, ദൈവം ആത്മാവാകുന്നു. മനസ്സിലായില്ലേ? യേശുക്രിസ്തുവിന് യഹോവ എന്ന പേര് ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നില്ലേ? ഇനി ഇത് ഏകനാകണമെങ്കിൽ സഹസ്രാബ്ദ കാലം കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം 20 പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലേ ഉള്ളൂ. സക്രിയ പ്രവചനം 14:9, 8, 9 വാക്യം വായിര്. അന്ന് എല്ലാം ഏകനെ ആയിരിക്കും, ഒരാളെ കാണത്തു. അതുവരെ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയെ കൊണ്ടുവന്ന് മധ്യാകാശത്ത് കൊടുക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി കാണും. പക്ഷെ ഏകൻ ആകണമെങ്കിൽ അവിടെ പോകണം. സക്രിയ 14:9 പോകണം, 8, 9. മനസ്സിലായ? എത്രയോ സ്ഥലത്ത് എഴുതിയിരിക്കുന്നു. ഇസ്രായേലെ ഡ്യൂട്രോണമി ചാപ്റ്റർ 6:4 ഇങ്ങനെ പറയുന്നു. ആവർത്തനം 6:4, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. യഹോവ ഏകൻ തന്നെ. നാമ യഹോവ. നീ ഒരു കാര്യം, യഹോവയുടെ നാമത്തിൽ എന്താ മുക്കാത്ത? യഹോവയുടെ സാക്ഷിയുടെ കൂട്ട്. ആ യഹോവ എന്നല്ലേ യേശുക്രിസ്തുവിന്റെ പേര് സക്രിയ 14:7 കിടക്കുന്നത്. നിനക്ക് അത്ര വെളിപ്പാട് കിട്ടിയെങ്കിൽ, വചന വെളിപ്പാടില്ലാതെ, ദൈവത്തിന്റെ ദർശനമില്ലാതെ, മര്യാദ വിട്ട് കിടക്കുന്നവനൊക്കെ, ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ നടക്കുന്ന നീയൊക്കെ ഇത് നിർത്തിക്കോ. 4:35 ആവർത്തനം. ദൈവ ഏകൻ തന്നെ, ദൈവ ഏകൻ തന്നെ, യഹോവ ഏകൻ തന്നെ. യെശയ്യാ 43:10 മുതൽ 13 വരെ ഇരുന്ന് വായിക്കുക. ഞാൻ തന്നെ ദൈവ യഹോവ, ഞാനല്ലാതെ മറ്റൊരു രക്ഷിതാവുമില്ല. ബാക്കി വായിച്ചോ. ഇനി നാമം ഏതെന്നല്ലേ ചോദിച്ചേ? ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ച ചോദ്യം ഇയാൾ ചോദിച്ചത്. നിന്റെ നാമം, പുറപ്പാട് ദിവസം 3:12, 13, 14, 15 വാക്യം വായിച്ചോണേ. ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ പേര് ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ നിന്നെ അയക്കുന്നു. അപ്പൊ തൃത്വം വന്നില്ലേ അവിടെ? 3 ഞാൻ വന്നോ? ലൂസിഫർ 4 പ്രാവശ്യം പറഞ്ഞു ഞാൻ 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 ഞാനെന്ന്. ദൈവം പറഞ്ഞു, എൻ്റെ പേര് ഞാനാകുന്നവൻ ഞാൻ, അയാം ഹു അയാം. ഞാനാകുന്നവൻ ഞാനാകുന്നു, അതിനപ്പുറത്തൊരു ദൈവം ഇല്ല. ഞാനാകുന്നവൻ നിന്നെ അയക്കുന്നു എന്ന് പറക. അതാണ് നാമം ചോദിച്ചത്. തീർത്തെടുത്ത് കേട്ടോണം. തിമോഥെയോസ് 1:2 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അത് തന്നെത്താൻ മറുവിലയായി കൊടുത്ത കർത്താവായ യേശുക്രിസ്തു തന്നെ. പുറപ്പാട് 33 നിനക്കെൻ്റെ മോശയോട് ദൈവം പറയുന്നു, നിനക്കെൻ്റെ മുഖം കാണുവാൻ കഴിയത്തില്ല, ഒരു മനുഷ്യൻ എന്നെ കണ്ട് ജീവനോടെ ഇരിക്കത്തില്ല, നീ എൻ്റെ പിൻഭാഗം കാണും എന്നാണ് പറഞ്ഞത്. അതിന് അർത്ഥം വേറെയുണ്ട്. നീ എൻ്റെ പിൻഭാഗം കാണുന്ന അർത്ഥം വേറെയുണ്ട്. അത് മത്തായി ആത്മാവുണ്ടെങ്കിൽ വിവേചിച്ച് നോക്കിയോ. മത്തായി 17:1 മുതൽ 10 വരെയും മർക്കോസിന്റെ സുവിശേഷം 9:1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് പിൻഭാഗം എന്താണെന്ന്. അത് ആത്മാവുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കിക്കോ. യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടെ. മർക്കോസ് 12:29 കർത്താവ് എടുത്ത് പറയുക. അതിന് യേശു എല്ലാറ്റിനും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലയെ കേൾക്ക,
നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പോഴോ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. യേശുക്രിസ്തു പറയുക മർക്കോസ് 12:29. കൊരിന്ത്യർക്ക് 8:4 അപ്പോസ്തലനായ പൗലോസ് ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ഏക ദൈവമില്ലാതെ. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരൊക്കെ വചനം അറിയാത്തവരാ. ഇവരൊക്കെ വചനം അറിയാത്തവരാണോ എഴുതി വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞവര്? അവർ പറയത്തില്ലേ നിങ്ങൾ ഇനി തൊട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലേ മുക്കാവെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവര് മുക്കിയ നാമത്തില് പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ സഹോദര മനസ്സിലാക്കിയാൽ മതി. ഇല്ലെങ്കിൽ നീ എനിക്ക് കമന്റ് ഒന്നും ഇടണ്ട. നിനക്കതിൻ്റെ ആവശ്യമില്ല. നീ അതിന് ആത്മനിറവ് പ്രാപിച്ചവനല്ല. നിനക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയാൻ നിന്റെ മേലില്ല. നിന്നെ കണ്ടാൽ തന്നെ അറിയാം. ഞാൻ പിന്നെ ഇത് നിന്നോട് വഴക്കിനൊന്നുമല്ല. നീ എൻ്റെ സഹോദരന, കൂട്ടു സഹോദരന. നമ്മളെല്ലാം ഒരു ഭവനത്തിൽ പോകേണ്ടതാ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് 4:8 പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ 13:14 പറയുന്നു. കൊരിന്ത്യർക്ക് 2:13 പിതാവായ ആശീർവാദം, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്തിനാ പറഞ്ഞേ? 3 പേര് എന്തിനാ എടുത്ത് പറഞ്ഞേ? അപ്പൊ ഇവര് പറഞ്ഞതിനകത്ത്, ഇവര് പെടുത്തിയ സ്നാനത്തിനകത്ത്, മുക്കിയ സ്നാനത്തിനകത്ത് പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതല്ലേ അവരെടുത്ത് പറഞ്ഞേ? അതല്ലേ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് നീ വ്യാജം കാണിച്ചുവോ? അപ്പോസ്തല പ്രവൃത്തി 19 സ്നാനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ മുഖ്യ സ്നാനത്തിൽ, അനന്യാസ് മുഖ്യ സ്നാനത്തിൽ നാമം പറഞ്ഞിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ കള്ളക്രിസ്തുക്കളാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. ടോട്ടലി 11 സ്നാനം കൊരിന്ത്യ ലേഖനം 1 11 സ്നാനം കിടക്കുന്നു. 3 സ്ഥലത്തെ ഉള്ളേ ഉള്ളൂ നാമം പറഞ്ഞത്. ബാക്കിയുള്ള 8 നാമം പറഞ്ഞാണോ മുക്കിയത്? അവരാരും സ്വർഗത്തിൽ പോകത്തില്ലേ? കള്ളക്രിസ്തുക്കളാണോ അവരൊക്കെ? ചെയ്തവര് കള്ളക്രിസ്തുക്കളാണോ? മര്യാദക്ക് ഇനി ഇതിനകത്ത് ദൈവവചനെടുത്ത് കോട്ടിക്കളല്ലേ. ഞാൻ നിന്നെ ശാസിക്കാനൊന്നും വരുന്നില്ല. നിന്റെ വിവരക്കേടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വചനം വായിച്ചെങ്കിലല്ലേ, ധ്യാനിച്ചെങ്കിലല്ലേ കാര്യം മനസ്സിലാവത്തുള്ളൂ. ഇതൊന്നും അറിയാത്തവനോട് സംസാരിക്കേണ്ട കാര്യമില്ല, കുശലവും പറയേണ്ട കാര്യമില്ല. എവിടെന്നെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോഴ് ഈ പുറന്ന് വീണവനല്ലേ LKG, pre-KG, LKG, UKG പഠിച്ചിട്ടാണ് 1ാം സ്റ്റാൻഡേർഡ് ഇപ്പൊ കയറുന്നത് കേട്ടോ. അതും കൂടെ പഠിച്ചോണ്ടായിരിക്കണം. എഫേസ്യർ 4:6 മാത്രം വായിച്ചു നോക്കിയേ. എല്ലാവർക്കും പിതാവും ദൈവവുമായവൻ ഒരുവൻ. എല്ലാവർക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇതെല്ലാം ഇതിനകത്തുണ്ട്. എഫേസ്യർ 4:6 ഇവര് പറയുന്ന ഏക ദൈവത്തിൽ 3 ഘടകമുണ്ട്. ആത്മാവ്, പ്രാണൻ, ദേഹം എന്ന് പറഞ്ഞതുപോലെ തെസ്സലോനിക്കർ 5:23 ഇതെല്ലാം ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഗദരദേശത്തെ ഭൂതഗ്രസ്തന് യേശുക്രിസ്തു ആരാണെന്നറിയാം? വിളിക്കുന്ന ഒരു വിളിയുണ്ട് കേട്ടോ. മർക്കോസ് 5-ാം അധ്യായത്തില് 6-ാം വാക്യത്തില് യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. യേശുവാണ് മഹോന്നതനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ഭൂതത്തിനറിയാം, കനാന്യ സ്ത്രീക്കറിയാം. മത്തായി 15:21 മുതൽ 28 വരെ വാങ്ങുന്നത്. കനാന്യ സ്ത്രീ വിളിക്കുക, യേശുവേ, നസ്രേനായ യേശുവേ,
ഭർത്യമായി വിളിക്കുക, നസ്രേനായ യേശുവേ. മർക്കോസ് 10:46 മുതൽ 52 വരെ. നസ്രേനായ യേശുവേ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കാരണം തോന്നണേന്ന്. കണ്ടോ, വിളിക്കുന്നുണ്ടോ? യേശു 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 എന്ന് പറഞ്ഞു കിടക്കുക. കനാന്യ സ്ത്രീ വിളിക്കുന്ന കേട്ടോ, പുറം ജാതിക്കാരി, സിറോവയ്ക്കാരിയ സ്ത്രീ. കർത്താവേ ദാവീദ് പുത്ര എന്നാ വിളിക്കുന്നത്. കർത്താവേ, മത്തായി 15:21 മുതൽ 28 വരെ. കർത്താവേ ദാവീദ് പുത്ര. യഹൂദന്മാരെ വിളിക്കുന്ന വിളിയാ. യഹോവയെന്ന് യഹൂദന്മാരെ വിളിക്കാറില്ല, പേടിച്ചിട്ട്. അതുകൊണ്ട് അവര് കർത്താവേ എന്നാ വിളിക്കുന്നത്. അതേ വിളിയാണ് ഈ കനാന്യ സ്ത്രീ വിളിച്ചത്, കർത്താവേ ദാവീദ് പുത്ര എന്ന്. അവർക്ക് വിടുതൽ കൊടുത്തില്ലേ? വിടുതൽ കൊടുത്തില്ലേ? ഒരു വാക്യവും പിടിച്ചോണ്ട് വന്നിട്ട് 3 യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് സ്നാനപ്പെടുത്തി, ബാക്കിയുള്ളിടത്തൊന്നും സ്നാനപ്പെടുത്തിയത് നാമം പറഞ്ഞിട്ടില്ല അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ. അതിന് മറുപടി കൊണ്ട് ഇങ്ങോട്ട് വരാവൂ. ആ നാമം കണ്ടുപിടിച്ചിട്ട് വാ. ഇനി ഏകനാമം ചോദിച്ചോണ്ട് വരരുത്. ഏകനാമം എന്ന് പറഞ്ഞാൽ ഏകനാമം എന്ന് പറഞ്ഞാൽ യഹോവ ഏകൻ തന്നെ. അത് തന്നെ ഏകനാമം. എന്നാൽ ആത്മാവുള്ളവന് മനസ്സിലാവും, ഏലോഹീം എന്ന് ദൈവങ്ങൾ എന്നർത്ഥമുള്ള ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണ് തൃത്വം എന്ന് എല്ലാവർക്കും അറിയാം. ആത്മാവുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം. അവർ അപ്പോസ്തലന്മാരെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ മുഖ്യ നാമത്തിനകത്ത് അവർ സ്നാനപ്പെടുത്തിയതിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. കാരണം യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവരല്ലേ അവർക്കറിയാം. യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. എബ്രായർ 5:7 എടുത്തു വായിച്ചു നോക്ക്. കണ്ണുനീരോട് അഭയാചനോട് അവൻ വിടിവിപ്പാൻ കഴിവുള്ളവരോട് ഉറക്കം നിലവിളിച്ചെന്ന. ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പറഞ്ഞ് സ്നാനപ്പെടുത്തിയാൽ തെറ്റാന്ന് ഇനി പറയരുത് കേട്ടല്ലോ. നിഴലും പൊരുളുമായിട്ട് പഠിക്ക്. അബ്രാം പിതാവിന് നിഴലായി നിൽക്കുന്നു, ഇസഹാക്ക് പുത്രന് നിഴലായി നിൽക്കുന്നു, എലേസർ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവിന് നിഴലായിട്ട് നിൽക്കുന്നു. സഭയെ ചേർത്ത് കൊടുക്കും. അവൻ എഫേസ്യർ 5-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ വായിച്ച് ദൈവസഭയെ വിശുദ്ധിയോടെ മധ്യാകാശത്ത് കർത്താവിൻ്റെ വരവെങ്കിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി ആയിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ. മനസ്സിലായോ? ആയിരിക്കണം എന്നല്ല, ആണ്. അതുകൊണ്ട് മൗഢ്യ തർക്കത്തിനോ ഒന്നുമല്ല ഞാൻ വന്നത്. തർക്കം ദൈവസഭയ്ക്കുമില്ല, വിശുദ്ധന്മാർക്കുമില്ല. കൊരിന്ത്യർക്ക് 1 ലേഖനം 11:16, തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 2:23, ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ചണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്ക. അതുകൊണ്ട് ചണ്ടയ്ക്കോ വഴക്കിനോ ബഹളത്തിനോ ഒന്നുമല്ല സഹോദര, ഇതിനൊന്നുമല്ല. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ പറയുന്നത് എന്താണ്? ഇത്രയും വചനങ്ങൾ എന്നിട്ട് ചോദിക്കുക ഏകനാമം ഏതാണ്? വേറെ ഒന്നും ചോദിക്കാനില്ല. ഞാൻ ചോദിക്കുന്നത് 11 സ്നാനം നടന്നു, ബാക്കി 8 സ്നാനം ഏത് നാമത്തിലാണ് ചെയ്തതെന്ന് പറയാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2-ാം അധ്യായം. ആത്മാവ് നിറഞ്ഞ് പരന്നുപേരോടുകൂടെ എഴുന്നേറ്റ് നിന്നു, 3000 പേരെ മുക്കിപ്പൊക്കി, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നടത്തി. ഓക്കെ, പക്ഷെ അപ്പം നുറുക്കിയെന്നേ പറഞ്ഞിട്ടുള്ള വീഞ്ഞില്ല. കർത്തൃമേശ ശരിയല്ലേ? ശരിയാണോ? കർത്തൃമേശ ശരിയാണോന്ന് അവിടെ വീഞ്ഞ് പറഞ്ഞിട്ടില്ല. ഒന്നും അറിയാതെ എടാ ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതിനകത്ത് ആത്മാവാൻ ദൈവത്തെ ആണിയടിക്കാൻ പറ്റുമോ? മനുഷ്യ ജഡ സാദൃശ്യത്തിൽ വരണ്ടേ ഭൂമിയിൽ? വചനം ജഡമായി വരണ്ടേ? യോഹന്നാൻ 1 സുവിശേഷം 1:14, തിമോഥെയോസിന് 1 ലേഖനം 3:16, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ പിതാവ് ഓൾറെഡി ഉണ്ടല്ലോ.
മത്തായി 3:16-17 മൂന്നുപേരും കൂടെ ഒരുമിച്ച് കൂടിയാണല്ലേ? ഇതേ കൂടുതൽ എന്താ തെളിവ്? മത്തായി 17:1 മൂന്നുപേരെ ഒരുമിച്ച് കൂടിയില്ലേ? 17:1 മുതൽ 10 വരെ. മർക്കോസ് 9:1 മുതൽ 10 വരെ വായിച്ചു നോക്ക്. മൂന്നുപേര് ഒരുമിച്ച് അവിടെ കൂടിയില്ലേ? ലൂക്കോസ് 3:21-22 ദേഹരൂപമായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നില്ലേ? പുത്രൻ സ്നാനമേൽക്കുന്നില്ലേ? പിതാവ് ശബ്ദം ഇവനെന്റെ പ്രിയപുത്രൻ എന്ന് ശബ്ദം കേൾപ്പിക്കുന്നില്ലേ? അവിടെ മൂവരും കൂടിയ ഒരു മഹാൽ ശുശ്രൂഷയില്ലേ അവിടെ വെളിപ്പെട്ടത്? അപ്പൊ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് തെറ്റാണോ? യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്ന യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ മൂവരവിടെ വെളിപ്പെട്ടെങ്കിൽ അതേ യേശുക്രിസ്തു പറഞ്ഞു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവ്, പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ടെന്ന് ഈ നാമത്തിൽ സ്നാനപ്പെടുത്താൻ യേശുക്രിസ്തു പറഞ്ഞത് ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന ആ മഹാനിയോഗത്തെ തള്ളിക്കളഞ്ഞിട്ട് നിന്നോടാര് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കാൻ? ഈ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഇതേ നാമത്തിൽ തന്നെയാണ് സ്നാനപ്പെടുത്തിയത്. അവർക്ക് യേശുക്രിസ്തുവിനെ ദൈവമായി ഉയർത്തണം, ഇത്രേ ഉള്ളൂ. നിനക്കതിനുള്ള കൃപയില്ലാത്തതിന് ആരാ കുഴപ്പം? അതുകൊണ്ട് പാവപ്പെട്ട ദൈവജനത്തെ തെറ്റിക്കല്. ഇന്ന് നിർത്തിക്കൊണ്ടേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പേരെടുത്ത് പറഞ്ഞതിൻ്റെ കാരണം, ഇതിൻ്റെ ലീഡർ ആരാണെന്ന് ചോദിച്ചതിൻ്റെ കാരണം എനിക്കറിയാം. എൻ്റെ കൂടെ നിന്നവന്മാരെ പൊക്കിക്കൊണ്ട് പൊക്കളഞ്ഞു, മനസ്സിലായില്ലേ? ഞാൻ അറിയാതെ യന്മാർ പിന്നെ കൂടെ നിന്നിട്ട് യൂദാസിൻ്റെ കൂടെ നിന്നിട്ട് യേശുക്രിസ്തു പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത ലൂക്കോസ് 6:12-13 തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ അപ്പോസ്തലന്മാരിൽ ഒരു യൂദാ ഇസ്കര്യോത്ത ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് മുൻപേ അറിയായിരുന്നു. പിന്നെ ഒരുത്തൻ ഒറ്റിക്കൊടുക്കാൻ വേണമല്ലോ എന്ന് പറഞ്ഞതുപോലെ കൂടെ നിന്നിട്ട് എല്ലാം പഠിച്ച് നല്ലതുപോലെ ക്ലിയറായി എല്ലാം ചെയ്തിട്ട് അവസാനം ആരും അറിയാതെ പോയി മുങ്ങി. അതിൻ്റെ പുറകിൽ സെബാസ്റ്റ്യൻ പുന്നക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കോഴിക്കോടായിരിക്കുമ്പോൾ എൻ്റെ കൂടെ നിന്നവന്മാരുടെ ഗതി പരഗതിയാ. അതിൻ്റെ ശാപം രണ്ടുപേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഒരിക്കൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരെ മുക്കിയതിന് ശേഷം ആ വ്യക്തികൾ രണ്ടുപേരും ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടായി പറഞ്ഞത്, ആ 2 വ്യക്തികളെ എന്നെ അറിയാതെ പോയി മുങ്ങി. ആ 2 പേരുടെ വ്യക്തികൾ അവരുടെ ജീവിതം പരിശോധിച്ചാൽ വളരെ കഷ്ടം. ശാപമല്ലേ? അതുകൊണ്ട് പറഞ്ഞുതരാം, ശാപം മായ്ച്ചു. നീ ഒന്നത് ഈ കക്കാൻ കൂട്ടു നിൽക്കുന്നവനും കക്കുന്നവനും ഒരേ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വചനത്തിൽ നിന്ന് കൂട്ടാതെ പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും മുഖ്യ കൽപ്പന ഇത്രയേ ഉള്ളൂ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കണം. 2, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. ലൂക്കോസ് 10:27-28, മർക്കോസ് 12:29, 30, 31 ഇല്ലാതെ തന്നെയാണ് കിടക്കുന്നത്. മർക്കോസ് 12:29, 30 അല്ലാതെ തന്നെ യേശുക്രിസ്തു പറഞ്ഞ മുഖ്യ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തട്ടെ. എനിക്ക് നീ ഒന്നും പറയാനില്ല. തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണാൻ ഏകനാമം ഇനി അറിയണോ ഏതാന്ന്? യഹോവ തന്നെ. ആ യഹോവ തന്നെയാണ് യേശു. മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി വന്ന ആ മഹാദൈവം. യെരമ്യാ 23:24 ആകാശവും ഭൂമി നിറഞ്ഞിരുന്നവൻ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാടിൽ കാണുന്നു. ഫിലിപ്പിയർ 2:6 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ആ രൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. അതാണ് മനുഷ്യ സാദൃശ്യം എന്ന ക്രിസ്തു. ഞാൻ അടുത്ത യോഹന്നാന്റെ സുവിശേഷം 16:6-9 വരെ ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്നിട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും
ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ഉടനെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി പ്രസംഗിക്കരുത്. അവര് പ്രസംഗിച്ചത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവൻ ദൈവത്തെക്കുറിച്ച് 1-ാമത്തെ പോപ്പ് ഒരിക്കലും എടുത്ത് പറയത്തില്ല. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ അവരെല്ലാം കൈവച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. പിന്നെ പരിശുദ്ധാത്മാവിനെ തള്ളുന്ന എന്തിന്? യേശുക്രിസ്തു ചെയ്ത 2 സ്നാനത്തിൽ ലൂക്കോസ് ഡോക്ടറായിരുന്ന വൈദ്യനായ യൗവനനായ ലൂക്കോസ് എഴുതി, മത്തായി എഴുതി വെച്ചു. ആ സ്നാന സമയത്ത് മൂവരും കൂടെ ഒരുമിച്ച് കൂടിയ മകൾ ശുശ്രൂഷയാണെന്ന് എഴുതി വെച്ചു. അത് തന്നെയാണ് യേശുക്രിസ്തു മത്തായി 28-18-19 ആരോടാ പറഞ്ഞേ? നിന്നോടൊക്കെയാണോ പറഞ്ഞത്? യേശുനാമക്കാരോടാണ് പറഞ്ഞേ? ശിഷ്യന്മാരോടല്ലേ പറഞ്ഞേ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് വലിയവനാവാൻ നോക്കാതെ ഹംബിൾനെസ്, താഴ്മ. ഞാൻ ഇത്രയും പറഞ്ഞത് ദൈവവചനം ചൂണ്ടിക്കാണിച്ചു തന്നു. ഞാൻ എൻ്റെ തിരുവചന ധ്യാനം ഞാൻ ആരുടെയും കോപ്പി അടിച്ചു തന്നല്ല. ഞാൻ തിരുവെഴുത്തുകൾ ഏതാണ്ട് കുത്തിക്കുറിച്ച് എഴുതിയെടുത്ത് എങ്ങനെയൊക്കെയാണ് ഇത്. കാരണം ആരും നശിച്ചു പോകരുതല്ലോ. ഉണ്ട്, ഇതൊന്നും ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായി പറയും. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ പറഞ്ഞ വചനത്തെയും തിരുവെഴുത്തുകൾ പുറകോട്ട് തിരിഞ്ഞ ഉദ്ധരണികളെയൊക്കെ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ ആര് ശാപഗ്രസ്തരായി തീരാതെ ദൈവവചനത്തിൽ കൂടെ അനുഗ്രഹം പ്രാപിച്ച് ദൈവകൃപ പ്രാപിച്ച് മുൻപോട്ട് പോകാൻ എല്ലാവരെയും അവിടെ നിന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവചനത്തിൽ 66 പുസ്തകത്തിൽ, വിശുദ്ധ തിരുവെഴുത്തുകളിൽ, ജീവന്റെ വചനത്തിൽ 66 പുസ്തകങ്ങളിൽ 1189 അധ്യായങ്ങളിൽ 31,173 വാക്യങ്ങളിൽ നിന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഞങ്ങൾക്ക് അധികാരമില്ല. യേശു ക്രിസ്തു പറഞ്ഞ വചനത്തിൽ നിന്നുകൂടെ മത്തായി 5:18-19 പറഞ്ഞ വചനപ്രകാരം തിരുവെഴുത്തുകളിൽ നിന്നൊരു വള്ളിക്കോ പുള്ളിക്കോ ആരും മാറ്റരുത്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുകയോ മാറ്റരുത്. 119-ാം സംഘത്തിന് 89 പറയുന്നു, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം. ആമേൻ. ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു ഫോട്ടോ കോപ്പിയാണ്. ആ സ്ഥിരമായിരിക്കുന്ന യേശു ക്രിസ്തു ആകുന്ന വചനം, നിത്യത്വം, വ്യക്തിത്വം, ദൈവത്വമായി വെളിപ്പെട്ട ക്രിസ്തു, ആ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം. ഭരണാധികാരികളെ ഏൽപ്പിക്കുന്നു. ആമേൻ. ലോകത്തിലെമ്പാട് കർത്തൃവയിൽ അധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് എന്ത് വന്നാലും ഭയമില്ല. തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആ ഭയം മാറട്ടെ, എല്ലാവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രസിഡന്റിന് വേണ്ടി, നീതിപീഠങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർക്ക്, വക്കീലന്മാർക്ക് എല്ലാം നീതി, ന്യായം മാത്രം നടപ്പാക്കുവാൻ ദൈവം ഇടയാക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ മനുഷ്യരെല്ലാം ദൈവ സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ അതറിഞ്ഞ് എല്ലാവരും മുൻപോട്ട് പോകാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന രോഗികളായി കഴിയുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. കടഭാരത്തിൽ മുങ്ങിയിരിക്കുന്നവർ, തലമുറകളെ കെട്ടിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, വളരെ ഭാരപ്പെടുന്നവരുണ്ട്. ഗ്രാമങ്ങളിൽ ശുശ്രൂഷിക്കുന്നവരൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടെ നിന്ന് ഞങ്ങളോട് കരുണ കാണിക്കണം. ഭർത്തിമായിയോട് കരുണ കാണിച്ച ദൈവം ഞങ്ങളോട് കരുണ കാണിക്കണം. അനാന്യശ്രീയോട് കരുണ കാണിച്ച ദൈവം, കുഷ്ഠരോഗികളോട് കരുണ കാണിച്ച ദൈവം ഞങ്ങളോട് കരുണ കാണിക്കണമേ. തുടർന്നും തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുവാനുള്ള ദൈവകൃപ അടിയൻ്റെ മേൽ പകരണം. കർത്താവ്, വാക്കിൽ വന്ന കുറവുകളെല്ലാം ക്ഷമിക്കണം. പരിശുദ്ധ രക്തത്താൽ അടിയനെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ. അവണ്ടല്ലേ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.